ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ സിദ്ധാർത്ഥിന് പനിക്കുന്നുണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടി ജാനകി ചന്ദ്രികയുടെ അടുത്ത് വന്ന സമയത്ത് ചന്ദ്രിക മലറിന് കഥ പറഞ്ഞ് ഉറക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് ജാനകി ചന്ദ്രികയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയാണ് സിദ്ധാർത്ഥിന് വൈകുന്നേരം തൊട്ടേ പനിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവൻ ആരോടും പറഞ്ഞില്ല. അത് കേട്ടപ്പോൾ ചന്ദ്രിക ആകെ വെപ്രാളവും ടെൻഷനും ഒക്കെ കയറുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറയുന്ന സമയത്ത് ചന്ദ്രിക തന്നെയാണ് പറയുന്നത്. ചന്ദ്രികയോട് ജാനകി പറയാണ്, വേണ്ട, അന്ന് നീ എനിക്കൊരു കഷായം ഉണ്ടാക്കി തന്നില്ലേ, അത് ഉണ്ടാക്കി കൊടുത്താൽ മതി, അത് കഴിച്ചാൽ സിദ്ധാർത്ഥിൻ്റെ പനിയും കുറഞ്ഞോളൂന്ന്. മരുന്നും മന്ത്രവും ഒന്നും ചെയ്താൽ മാറാത്ത അസുഖം നിന്റെ കഷായം കുടിച്ചാൽ മാറും. ജാനകി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ശരി അമ്മായി, ഞാൻ ഇപ്പം തന്നെ അദ്ദേഹത്തിന് ഈ കഷായം ഉണ്ടാക്കി കൊടുക്കാം. ഇതൊക്കെ കേട്ടുകൊണ്ട് മലരി കിടക്കുന്നുണ്ടായിരുന്നു. ശരി ചന്ദ്രിക, സിദ്ധാർത്ഥിനെ ശ്രദ്ധിച്ചോളണേ. ശരി അമ്മായി എന്ന് പറയുന്ന സമയത്ത് ജാനകി അവിടെ നിന്നും പോവാണ്. വേഗം തന്നെ ചന്ദ്രിക മലറിൻ്റെ അടുത്ത് വന്നിട്ട് മലറിനോട് പറയാണ്, മലർ, മോൾ ഉറങ്ങിക്കോ, അമ്മ അടുക്കളയിൽ പോയിട്ട് സിദ്ധു സാറിന് കഷായം ഉണ്ടാക്കി കൊടുത്തിട്ട് വേഗം വരാം. അപ്പോൾ മലര് പേടിയോടെ പറയാണ്, എനിക്ക് തനിച്ച് കിടക്കാൻ പേടിയാണ് അമ്മ, അമ്മ ഇവിടെ തന്നെ നിൽക്കമ്മ. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, മോളെ ഞാൻ മറ്റെവിടെയും പോകുന്നില്ല, ഞാൻ താഴെ കിച്ചണിൽ തന്നെ ഉണ്ട്, മോൾ ഉറങ്ങിക്കോ, അമ്മ ഒരു അരമണിക്കൂർ കൊണ്ട് വരാം. അപ്പോൾ മലര് പറയുന്നുണ്ട്, അമ്മ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഉറങ്ങുള്ളൂ, അമ്മ വരുന്നത് വരെ ഞാൻ ഉറങ്ങില്ല. എന്താ മലർ, എന്തിനിങ്ങനെ വാശി പിടിക്കുന്നത്? സിദ്ധു സാറിന് സുഖമില്ല, ഇപ്പോഴല്ലേ മുത്തശ്ശി അത് പറഞ്ഞിട്ട് പോയത്? കഷായം ഉണ്ടാക്കി കൊടുത്താലല്ലേ സാറിൻ്റെ അസുഖം മാറുള്ളൂ. ശരി, മോൾ ഉറങ്ങിക്കോ, അമ്മ ഇപ്പം തന്നെ വേഗം വരാം. പക്ഷേ മലർ ഉറങ്ങാൻ കിടന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഇരുന്നിട്ട് പറയാണ്, അമ്മ വരുന്നത് വരെ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുക, അതുകൊണ്ട് അമ്മ വേഗം പോയിട്ട് വാ. അത് കണ്ടപ്പോൾ ചന്ദ്രിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, വരെ നീ വല്ലാതെ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മലർ, നീ ചെയ്യുന്നത് എനിക്ക് കുറച്ചുപോലും ഇഷ്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ടും ചന്ദ്രിക താഴെ അടുക്കളയിലേക്ക് വരികയാണ്. മലരാണെങ്കിൽ അമ്മയോട് പറഞ്ഞതുപോലെ തന്നെ വാശി പിടിച്ച് അവിടെ ഇരിക്കുകയാണ്, ഉറങ്ങാൻ കിടക്കുന്നുണ്ടായിരുന്നില്ല. സിദ്ധാർത്ഥ് അതേസമയം പനിയുടെ ക്ഷീണം കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. മലരാണെങ്കിൽ അമ്മയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചന്ദ്രിക അടുക്കളയിൽ നിന്ന് കഷായം ഉണ്ടാക്കുകയാണ്. കുറച്ചധികം സമയം വേണ്ടുന്ന ഒരു കാര്യമായിരുന്നു കഷായം ഉണ്ടാക്കൽ. അങ്ങനെ ഒരുപാട് നേരം നിന്നതിന് ശേഷം ചന്ദ്രിക അത് റെഡിയാക്കിയിട്ട് ചൂടാറ്റിയതിന് ശേഷം സിദ്ധുവിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. സിദ്ധു നല്ല ഉറക്കത്തിലാണ് ഉണ്ടായിരുന്നത്. സർ എന്ന് വിളിച്ച സമയത്ത് സിദ്ധാർത്ഥ് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയിട്ട് പറയാണ്, ചന്ദ്രിക, ഇതെന്താ പെട്ടെന്ന്? എന്താ സർ പറ്റിയത്? ചന്ദ്രിക സ്നേഹത്തോടെ ചോദിക്കുകയാണ്. ഏയ്, പറയാൻ ഒന്നുമില്ല, എനിക്ക് ചെറുതായിട്ട് പനിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഹോസ്പിറ്റലിൽ പോയിക്കൂടായിരുന്നോ സർ? ഏയ്, ഹോസ്പിറ്റലിൽ പോകാൻ മാത്രം അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, താൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരി, എങ്കിൽ ഞാനിതാ കഷായം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക അവളുടെ കയ്യിലുണ്ടായിരുന്ന കഷായം സിദ്ധുവിന് നേരെ കൊടുക്കുവാണ്. ഇന്നാ ഇത് കുടിക്ക്, പെട്ടെന്ന് തന്നെ പനി കുറയും എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന സമയത്ത് സിദ്ധു സംശയത്തോടെ ചോദിക്കുകയാണ്, കഷായം കഴിക്കുമോ? ഏയ് ഇല്ല, നല്ല മധുരമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോൾ അത് മനസ്സിലായതുകൊണ്ട് സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ചന്ദ്രിക, എനിക്ക് പനിയുള്ളപ്പോൾ പോലും എന്നെ കളിയാക്കുന്നതിന് ഒരു കുറവുമില്ല അല്ലേ? അല്ലാതെ പിന്നെ എന്താ സർ പറയേണ്ടത്? അസുഖം മാറാൻ വേണ്ടിയിട്ടാണ് കഷായം കുടിക്കുന്നത്, അതിനിടയ്ക്ക് ഇത് കഴിക്കുമോ മതിർക്കുമോ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ? അപ്പോൾ സിദ്ധാർത്ഥ ചുമക്കുന്ന സമയത്ത് ചന്ദ്രിക പറയുന്നുണ്ട്, ഇത് കഴിക്കുകയാണ് സർ ചെയ്യുക, പക്ഷെ സാരമില്ല, ഇന്നാ കുടിക്ക്, അപ്പോഴല്ലേ പനി വിട്ടു മാറുള്ളൂ. സിദ്ധാർത്ഥ് ഇങ്ങനെ മടിച്ചു നിൽക്കുകയാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന സർ കുടിക്ക്. അവസാനം ചന്ദ്രികയുടെ നിർബന്ധത്തിൽ സിദ്ധാർത്ഥ് അത് വാങ്ങിച്ചിട്ട് കുടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അത് മുഖത്തിന് നേരെ കൊണ്ടുപോയപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് അവന് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവന് വൊമിറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ചന്ദ്രിക വേഗം തന്നെ അത് വാങ്ങിക്കുന്നുണ്ട്. ഏയ്, എന്താ ചന്ദ്രിക ഇതിൻ്റെ സ്മെല്ല് തട്ടുമ്പോൾ തന്നെ എനിക്ക് വല്ലാതെ ഛർദ്ദിക്കാൻ വരുവാണ്. സാറിനോട് ആരാ സ്മെല്ല് ചെയ്തിട്ട് കുടിക്കാൻ വേണ്ടി പറഞ്ഞത്? ഇത് മൂക്ക് പൊത്തിപ്പിടിച്ചിട്ട് കുടിക്കേണ്ടതാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ സിദ്ധു വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് വേണ്ട ചന്ദ്രിക, ഞാൻ ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടുണ്ട്, പനി അങ്ങനെ മാറിക്കോളും. സർ, ടാബ്ലറ്റ് കഴിച്ചാലൊന്നും പനി കുറയില്ല, ദയവ് ചെയ്തതൊന്ന് കുടിക്ക്. ചന്ദ്രിക, പ്ലീസ് ചന്ദ്രിക, എനിക്ക് കഷായം ഒന്നും സെറ്റ് ആവില്ല. സാറ് പറഞ്ഞാൽ കേൾക്കില്ല, ഇന്നാ കുടിക്ക് എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥിൻ്റെ വായ് തുറന്നു പിടിച്ചിട്ട് ചന്ദ്രിക കുട്ടികൾക്ക് കൊടുക്കുന്നത് പോലെ ആ ഒരു കഷായം സിദ്ധാർത്ഥിൻ്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അത് കുറച്ചെത്തിയപ്പോഴേക്കും സിദ്ധാർത്ഥ് ആകെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് ചുമക്കുന്നുണ്ടായിരുന്നു. അവൻ അതിൻ്റെ ചുവ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. ചന്ദ്രികയാണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ ചുമ കണ്ടപ്പോൾ വല്ലാതെ ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ സിദ്ധാർത്ഥ് ഇങ്ങനെ തുപ്പിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചന്ദ്രിക വല്ലാതെ കഴിക്കുന്നു, ചന്ദ്രിക എന്തെങ്കിലും ചോക്ലേറ്റിൻ്റെ എടുത്തു കൊണ്ടുവാ. സിദ്ധാർത്ഥിന് അതിൻ്റെ ആ കയ്പ്പ് സഹിക്കാൻ പറ്റുന്നില്ല, അവനിങ്ങനെ എന്നൊക്കെ ആക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, എന്താ സാർ ഇങ്ങനെ, നിങ്ങൾ ഈ ഒരു ചെറിയൊരു കയ്പ്പിന് ചോക്ലേറ്റ് ഒക്കെ കഴിക്കണം എന്ന് പറയുന്നത്?
നിങ്ങൾ കുറച്ചു നേരം അനങ്ങാതിരുന്നാൽ മതി, അത് ശരിയായിക്കോളും. സിദ്ധാർത്ഥനാണെങ്കിൽ ആ ഒരു കയ്പും വിട്ടുമാറുന്നില്ല. അവനിങ്ങനെ എന്തൊക്കെയോ കളിച്ചു കൂട്ടുകയാണ്. അപ്പോൾ ചന്ദ്രിക അവൻ്റെ ദേഹത്ത് നെറ്റിയൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. സർ, വല്ലാതെ പനിക്കുന്നുണ്ട്. ശരി, ഒരു കാര്യം ചെയ്, കഷായം ഇവിടെ നിൽക്കട്ടെ, ഞാൻ പോയിട്ട് തുണി നനച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക പോവാണ്. അപ്പം തന്നെ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക വരുമ്പോൾ എന്തെങ്കിലും ചോക്ലേറ്റ് കൂടെ കൊണ്ടുപോകാം ചന്ദ്രിക, എനിക്ക് വല്ലാതെ കഴിക്കുന്നു. സിദ്ധു ബോട്ടിൽ തുറന്നിട്ട് നോർമൽ വാട്ടർ കുടിക്കുകയാണ്. അപ്പോഴേക്കും ചന്ദ്രിക താഴെ പോയിട്ട് ഒരു തുണിയും അതുപോലെ വെള്ളമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രിക, എന്താ ചന്ദ്രിക ഇത്? ഒരു മിനിറ്റ്. എന്നിട്ട് ചന്ദ്രിക തന്നെ അത് തുണി എടുത്തിട്ട് വെള്ളത്തിൽ നനച്ചിട്ട് സിദ്ധാർത്ഥിൻ്റെ നെറ്റിയിൽ വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അവൾ സ്നേഹത്തോടെ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അത് വെച്ചതിന് ശേഷം ചന്ദ്രിക അവനോട് പറയാണ്, കുറച്ചു നേരം അനങ്ങാതിരിക്കേ. ആ തുണിയിൽ ചൂട് കയറിയപ്പോൾ ചന്ദ്രിക അത് മാറ്റിയിട്ട് വീണ്ടും വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത് വെച്ചു കൊടുക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് അവളുടെ കൈകൾ കയറി പിടിക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങനെ പിടിച്ചപ്പോൾ ചന്ദ്രിക ആകെ വല്ലാതാവുകയാണ്. എന്താ സർ പെട്ടെന്ന് കൈ കയറി പിടിച്ചത്? പനി പോവാൻ ഇതൊന്നും വേണമെന്നില്ല ചന്ദ്രിക, നിന്റെ കൈ പിടിച്ചാൽ മതി, എൻ്റെ പനി മാറും. അത് കേട്ട് ചന്ദ്രിക ചിരിച്ചുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്നും ചന്ദ്രികയുടെ കൈ വിടുവിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, സാറിന് പനി കുറച്ചധികമായെന്നാ തോന്നുന്നേ, അതുകൊണ്ട് സാർ ഇങ്ങനെയൊക്കെ പറയുന്നേ. അപ്പോൾ സിദ്ധാർത്ഥും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് സത്യമാണ് ചന്ദ്രിക, കുറച്ചു നേരം നിന്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നാ എൻ്റെ പനിയൊക്കെ മാറും. അയ്യോ, ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കാതെ കൈ വിടാൻ നോക്ക് സാർ. വിടില്ല. അപ്പോൾ ചന്ദ്രിക ചുറ്റിലും നോക്കിയിട്ട് പറയാണ്, വിട് സാർ, ഞാൻ വിടില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചന്ദ്രിക സിദ്ധാർത്ഥിൻ്റെ കയ്യിലൊരു നുള്ളു വെച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് അവൻ കൈ വിട്ടുപോയി. അപ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക, എന്താ ചന്ദ്രിക, ഞാൻ സുഖമില്ലാതിരിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? നിനക്ക് കുറച്ചുപോലും മനസ്സാക്ഷിയില്ലേ? അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഇങ്ങനെ കൈ പിടിച്ചാ ഇങ്ങനെയേ ചെയ്യുള്ളൂ. എന്നിട്ട് വീണ്ടും ആ തുണി നനച്ചു കൊടുക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളെ തന്നെ നോക്കുന്നുണ്ടപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ സാർ ഇങ്ങനെ നോക്കുന്നത്? എനിക്ക് ഉറക്കം വരുന്നില്ല. എങ്കിൽ കണ്ണ് പൂട്ടി കിടന്നോ, അപ്പോൾ ഉറക്കം വരും. എനിക്ക് ഉറക്കം വരില്ല, കിടക്ക് സാർ എന്ന് പറഞ്ഞിട്ട് സിദ്ധാർത്ഥിനെ പിടിച്ച് കിടത്തുകയാണ്. എന്നിട്ട് വീണ്ടും അവൾ ആ തുണി മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സിദ്ധാർത്ഥാണെങ്കിൽ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഉറങ്ങാൻ നോക്ക് സാർ. ശരി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക ആ ഒരു പാത്രവും കഷായത്തിൻ്റെ ഗ്ലാസ്സും എടുത്തിട്ട് പോവാണ്. ചന്ദ്രിക പോവല്ലേ, എൻ്റെ പനി കുറഞ്ഞിട്ടില്ല. അപ്പോൾ ചന്ദ്രിക തിരിച്ചു വന്നിട്ട് പറയാണ്, പനിയൊക്കെ കുറച്ചു നേരം കഴിഞ്ഞാൽ തനിയെ കുറഞ്ഞോളും, സംസാരിക്കാതെ വായ പൂട്ടി കിടക്കാൻ നോക്ക്. അത് കേട്ടിട്ട് സിദ്ധാർത്ഥ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചന്ദ്രിക അവിടുന്ന് പോയപ്പോൾ അവൻ ഉറങ്ങാൻ കിടക്കുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഉറങ്ങിപ്പോയി. തിരിച്ച് മുറിയുടെ മുന്നിൽ എത്തിയെങ്കിലും ചന്ദ്രികയുടെ മനസ്സിൽ സിദ്ധാർത്ഥ് തന്നെ ആയിരുന്നു. അവളിങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവളുടെ കണ്ണിൽ ആ ഒരു കാഴ്ച കാണുന്നത്. മലര് താൻ പോകുമ്പോൾ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ചന്ദ്രിക ആകെ അതിശയത്തോടെ വരികയാണ്. കാരണം അവൾ കരുതിയത് മലർ ഉറങ്ങിയിട്ടുണ്ടാവുന്നതാണ്. പക്ഷെ മലർ ബെഡിന് നടുവിൽ ഇരിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക വേഗം വന്നിട്ട് കുഞ്ഞിനോട് ചോദിക്കുന്നുണ്ട്, എന്താ മലർ ഇത്ര നേരമായിട്ട് ഉറങ്ങാത്തത്? അപ്പോൾ മലരും പറയുന്നുണ്ട്, എനിക്ക് ഉറക്കം വന്നില്ല, ഞാൻ എപ്പോഴാണ് അമ്മയില്ലാതെ ഉറങ്ങിയിട്ടുള്ളത്? അമ്മ പറഞ്ഞിട്ടല്ലടാ പോയത്, എന്നിട്ടും മോൾ ഉറങ്ങാതിരുന്ന എന്താ ഇതിൻ്റെ അർത്ഥം? ശരി, ഞാൻ വന്നല്ലോ, ഇനി കിടന്നുറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് വരികയാണ്. പക്ഷെ അപ്പോഴും മലര് കിടക്കുന്നില്ല. കിടക്ക്. ചന്ദ്രിക ഒന്നുകൂടെ ദേഷ്യത്തിൽ പറഞ്ഞപ്പോഴാണ് മലര് കിടക്കുന്നത്. ചന്ദ്രികയും മലരും മുഖത്തോടെ മുഖം നോക്കി കിടക്കുകയാണ്. രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചന്ദ്രിക മലറിനോട് ചോദിക്കുന്നുണ്ട്, അമ്മ സിദ്ധു സാറിന് സുഖമില്ല, പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്, എന്നിട്ട് നീ ഇത്ര നേരമായിട്ടും അവരെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ലല്ലോ, അതെന്താ? മലർ അതിന് മറുപടി ഒന്നും പറയാതെ കിടക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, മുൻപൊക്കെ മുഴുവൻ സമയം നീ സിദ്ധു സാറിൻ്റെ കൂടെ തന്നെയായിരുന്നു, ഇപ്പോൾ അദ്ദേഹത്തിന് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് കൂടി എന്താ കാര്യം എന്ന് പോലും നീ ചോദിക്കുന്നില്ലല്ലോ. മലർ അപ്പോഴും മറുപടി ഒന്നും പറയാതെ കണ്ണു തുറന്ന് കിടക്കുകയാണ്. ചന്ദ്രിക ചോദിക്കുകയാണ്, മലർ, മോക്ക് എന്താ പറ്റിയത്? ആ സമയത്ത് മലർ തിരിഞ്ഞു കിടന്നുകൊണ്ട് പറയാണ്, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അത് ചന്ദ്രിക നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലർ പോയപ്പോൾ തന്നെ അവൾ ചിന്തിക്കുന്നുണ്ട്, എന്താ ഈ കുട്ടി ഇങ്ങനെ, ഇതെന്താ ഇപ്പോൾ ഇവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അത് ചന്ദ്രികയെ വല്ലാതെ ആകുലതപ്പെടുത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ സിദ്ധാർത്ഥ് എഴുന്നേൽക്കുകയാണ്. ആ സമയത്ത് അവൻ കുറച്ചുകൂടി ഉണർവ് തോന്നുന്നുണ്ടായിരുന്നു. മാത്രമല്ല ചന്ദ്രിക നെറ്റി നനച്ചിട്ട് തുണിയൊക്കെ അവിടെ ബെഡിൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥാണെങ്കിൽ സ്വന്തം ശരീരത്തെ ഒന്ന് തൊട്ട് നോക്കിക്കൊണ്ടപ്പോൾ പറയാണ്, ആഹാ, കുഴപ്പമില്ലല്ലോ, ചന്ദ്രിക തന്ന ആ കഷായം കുടിച്ചത് കൊണ്ട് പനി കുറഞ്ഞതുപോലെയുണ്ടല്ലോ. കഷായം പവർഫുൾ ആയതാണെന്നാണ് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല, പനി മാറി.
അവൻ തനിയെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ വേഗം എഴുന്നേറ്റിട്ട് സിദ്ധാർത്ഥ് ബാത്റൂമിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ടെറസിന് മുകളിൽ പോയി നിൽക്കുന്ന സമയത്താണ് കോഫിയായിട്ട് ചന്ദ്രിക വരുന്നത്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, എന്താ സർ, പനിയൊക്കെ കുറഞ്ഞോ? ചന്ദ്രികയെ കണ്ടതും സിദ്ധാർത്ഥ് പറയുന്നുണ്ട്, ചന്ദ്രിക മുഴുവനായിട്ട് പോയി ചന്ദ്രിക. ഇപ്പോൾ ഞാൻ നല്ല കൂളായിട്ട് എനിക്ക് ബോഡിയൊക്കെ തോന്നുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു എനർജി കിട്ടിയതുപോലെ. ആഹാ, കൊള്ളാലോ. ആഹാ, അപ്പോൾ എന്താ കഷായത്തിനുണ്ടായിരുന്നത്? സിദ്ധു സംശയത്തോടെ ചോദിക്കുകയാണ്. കുടിച്ച ഉടനെ തന്നെ പനി എങ്ങനെ ഇത്ര പെട്ടെന്ന് വിട്ടുമാറിയത്? അപ്പോൾ ചന്ദ്രിക ചിരിച്ചുകൊണ്ട് പറയാണ്, ആ രഹസ്യം പറഞ്ഞു തരാൻ പറ്റില്ല. ഇന്നാ ഇത് കുടിക്ക് എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന 2ാമത്തെ ഗ്ലാസ് സിദ്ധാർത്ഥിന് കൊടുക്കുകയാണ്. അപ്പോൾ സിദ്ധു ചോദിക്കുന്നുണ്ട്, എന്താ ഇത്, ബ്ലാക്ക് കോഫിയാ? കഷായാണ്, ചന്ദ്രിക ചിരിച്ചുകൊണ്ട് പറയാണ്. അപ്പോൾ സിദ്ധു അത് മണത്ത് നോക്കിയപ്പോൾ കഷായം തന്നെയായിരുന്നു. അവന് വീണ്ടും വൊമിറ്റിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ തിരിച്ച് ചന്ദ്രികയോട് ചോദിക്കുകയാണ്, ചന്ദ്രിക ഇതെന്തിനാ വീണ്ടും എനിക്ക് കഷായം തരുന്നത്? ഒരു പ്രാവശ്യം കുടിച്ചിട്ട് കഷായം നിർത്താൻ പറ്റില്ല, 3 പ്രാവശ്യം കുടിക്കണം. അത് കേട്ടതും സിദ്ധാർത്ഥ് ഞെട്ടിയിട്ടുണ്ടായിരുന്നു. എന്ത്? കുടിക്കാൻ നോക്ക് ചന്ദ്രിക, പനി മാറി, പിന്നെ എന്തിനാ വീണ്ടും കുടിക്കുന്നത്? എന്നെക്കൊണ്ട് വയ്യ ഇത് കുടിക്കാൻ. ചന്ദ്രികയ്ക്ക് അത് കൊടുക്കുന്ന സമയത്ത് അവൾ പറയാണ്, പനി വിട്ടുമാറിയാലും സർ ഇത് കുടിക്കുക തന്നെ വേണം. ചന്ദ്രിക, ഇന്നലെ തന്നെ ഇത് മണത്തപ്പോൾ എനിക്ക് വല്ലാതെ ഛർദ്ദിക്കാൻ വരുന്നുണ്ടായിരുന്നു. ഇന്നലെ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അത് കുടിച്ചത്. ഇനി എന്നെക്കൊണ്ട് ഇത് കുടിക്കാൻ പറ്റില്ല. ഇന്നാ ദയവ് ചെയ്ത് ഇത് നീ വാങ്ങിക്കേ. അപ്പോൾ ചന്ദ്രിക പരിഭവം പറയാണ്, ഇപ്പോഴല്ലേ സർ കഷായത്തിനെ കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചത്, എന്നിട്ട് തന്നാലാണെങ്കിൽ കുടിക്കേയില്ല. പ്ലീസ് ചന്ദ്രിക, കഷായം എനിക്കിനി വേണ്ട, എനിക്കിനി പനി വരില്ല, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ചന്ദ്രിക നിർബന്ധിച്ചുകൊണ്ട് അത് സിദ്ധാർത്ഥിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഇനി എന്താ ചെയ്യാന്നറിയാതെ നിൽക്കുകയാണ്. പെട്ടെന്ന് സിദ്ധാർത്ഥ് ഒരു ഐഡിയ തോന്നാണ്. അവൻ പറയുന്നുണ്ട്, ചന്ദ്രികയുടെ പിന്നിൽ മലർ വന്ന് നിൽക്കുന്നത് പോലെ അവളോട് പറയാണ്, മലർ മലർ നീ എന്താ അവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ച സമയത്ത് ചന്ദ്രിക തിരിഞ്ഞു നോക്കുകയാണ്. വേഗം തന്നെ സിദ്ധു ആ കഷായം അവിടെ വെച്ചിട്ട് രക്ഷപ്പെടുകയാണ്. അയ്യോ, ആളെ വിട്. വീണ്ടും കഷായമായിട്ട് വന്നിരിക്കുകയാണോ? അപ്പോഴേക്കും ചന്ദ്രിക ഓടിപ്പോവാണ്. സർ പറഞ്ഞാൽ കേൾക്ക്. ചന്ദ്രിക വേണ്ട വേണ്ട. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഓടുവാണ്. ചന്ദ്രിക സിദ്ധുവിനെ ഇട്ട് ഓടിക്കുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ ചന്ദ്രികയുടെ കയ്യിൽ പെടാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷെ അവസാനം ചന്ദ്രികയ്ക്ക് സിദ്ധുവിനെ പിടികിട്ടുന്നുണ്ട്. അവനെ പിടിച്ചൊരു കുട്ടിയെപ്പോലെ അവിടെ ഇരുത്തിയിട്ട് ചന്ദ്രിക കഷായം എടുത്ത് കൊടുക്കുകയാണ്. ഒന്നും പറയണ്ട, ഇത് മുഴുവൻ കുടിക്കണം. ചന്ദ്രിക, അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചെയ്യാമോ, നമുക്ക് രണ്ടുപേർക്കും 50-50 കുടിച്ചാലോ? ആഹാ, പനി സാറിനാണ്, എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് സിദ്ധുവിൻ്റെ തലക്കൊരു കിഴുക്ക് കൊടുക്കുകയാണ്. ചന്ദ്രിക നിർബന്ധിച്ചിട്ട് സിദ്ധുവിനെ കൊണ്ട് ആ കഷായം മുഴുവൻ കുടിപ്പിച്ചു. അവന് കഴിച്ചിട്ട് വയ്യായിരുന്നു. അവൻ പറയുന്നുണ്ട് അവളോട്, ഇനി മേലാൽ എനിക്ക് പനി വന്നാൽ ഞാൻ നിന്നോട് പറയത്തേയില്ല. പനി വരുന്നതാണ് ഈ കഷായം കുടിക്കുന്നതിനേക്കാളും ഭേദം. സിദ്ധാർത്ഥ് വായിൽ ബാക്കി വന്ന കയ്പിങ്ങനെ തുപ്പി തുപ്പി പുറത്തേക്ക് പോവുകയാണ്. അത് കണ്ടിട്ട് ചന്ദ്രിക പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് ഹാളിലിരിക്കുകയാണ് മുത്തശ്ശനും മഹേന്ദ്രനും ലക്ഷ്മിയും ജാനകിയൊക്കെ. ആ സമയത്ത് ഒരു പയ്യൻ വന്നിട്ട് സാറിന് വിളിക്കുകയാണ്. ആരാന്ന് നോക്കാൻ വേണ്ടിയിട്ട് മഹേന്ദ്രനാണ് പോകുന്നത്. ആ സമയത്ത് ഇൻവിറ്റേഷൻ ലെറ്റർ അടിച്ച് കൊണ്ടുവന്നതായിരുന്നു. സാർ ഇതൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കാമോ? ശരി എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ അത് വാങ്ങിക്കുകയാണ്. ഞാൻ നോക്കിക്കോളാം, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ അവനെ പറഞ്ഞു വിട്ടിട്ട് അതുമായിട്ട് അകത്തേക്ക് വന്നു. എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ ഇൻവിറ്റേഷൻ ലെറ്റർ വന്നതാണ്. അവരെല്ലാവരും ചേർന്നിട്ട് ആ ഒരു ലെറ്റർ എടുത്തിട്ട് നോക്കുവാണ്. എല്ലാവർക്കും അത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി പറയുകയും ചെയ്തു, ഇൻവിറ്റേഷൻ നന്നായിട്ടുണ്ടല്ലേ? നന്നായിട്ടുണ്ട്. സിദ്ധുവും ചന്ദ്രികയും ചേർന്ന് സെലക്ട് ചെയ്തതല്ലേ, പിന്നെ നന്നാവാതിരിക്കുമോ? ജാനകിയാണ് പറയുന്നത്. അപ്പോഴാണ് ചന്ദ്രിക അതുവഴി പാസ് ചെയ്ത് പോകുന്നത്. ചന്ദ്രികയെ കണ്ടപ്പോൾ ലക്ഷ്മി അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട്, ഇന്നാ നോക്ക് എന്ന് പറഞ്ഞ സമയത്ത് ചന്ദ്രിക അത് എടുത്ത് തുറന്നു നോക്കുകയാണ്. അവൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോക്ക് ഇഷ്ടപ്പെട്ടോ? ഒരുപാട് നന്നായിട്ടുണ്ട് അച്ഛാ, ചന്ദ്രിക നാണത്തോടെ പറയാണ്. അപ്പോൾ ലക്ഷ്മി ജാനകിയോട് പറയുന്നുണ്ട്, ജാനകി ഇനി നിശ്ചയത്തിന് ഒരുപാട് ദിവസമൊന്നുമില്ല. ഇൻവിറ്റേഷൻ പൂജ ചെയ്തതിന് ശേഷം എത്രയും പെട്ടെന്ന് ക്ഷണിക്കാനുള്ളവരെയൊക്കെ ക്ഷണിക്കണം. അപ്പോഴേക്കും സിദ്ധാർത്ഥും ആരതിയും കൂടെ ഓടി വരുന്നുണ്ടായിരുന്നു. സിദ്ധു പറയുന്നുണ്ട്, ആഹാ ഇൻവിറ്റേഷൻ ലെറ്റർ വന്നോ, ഇത്ര പെട്ടെന്ന് എത്തിയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടുപേരും വരുന്നത്. ഇൻവിറ്റേഷൻ ലെറ്റർ സൂപ്പറായിട്ടുണ്ട് നോക്കിക്കൊണ്ട് സിദ്ധു പറയാണ്. അപ്പോൾ ആരതി ദീർഘനിശ്വാസത്തോടെ പറയുന്നുണ്ട്, എനിക്ക് ഇതുപോലെ ഇൻവിറ്റേഷൻ ലെറ്ററൊന്നും അടിച്ചിട്ട് കല്യാണം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ധൃതി പിടിച്ചുള്ള പെട്ടെന്നുള്ള കല്യാണമായിപ്പോയി. ആരതി സങ്കടത്തോടെ പറഞ്ഞപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, അതിനെന്താ, എപ്പോഴാണോ നിന്നെ ആകാശിൻ്റെ അച്ഛനും അമ്മയും മരുമകളായി സ്വീകരിക്കുന്നത് അന്ന് ഇൻവിറ്റേഷൻ ലെറ്റർ അടിച്ചിട്ട് നമുക്കൊരു റിസപ്ഷൻ നടത്താം.
ആരതിയുടെ വിഷമഘട്ടത്തിൽ ചന്ദ്രിക അവളെ സമാധാനിപ്പിച്ചത് കേട്ടപ്പോൾ ജാനകിക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആരതി, ചന്ദ്രിക പറഞ്ഞപ്പോൾ ആരതിയും പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. നീ ഉള്ളപ്പോൾ എനിക്ക് എന്താ ചന്ദ്രിക വിഷമം? ആരതി പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോഴാണ് മലർ പുറത്തു നിന്നും ഓടി അകത്തേക്ക് വരുന്നത്. മലർ ഇങ്ങോട്ട് വാ, ലക്ഷ്മി വിളിക്കുന്നുണ്ട്. മലർ അവരുടെ അടുത്തേക്ക് പോയ സമയത്ത് ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ എടുത്തിട്ട് മലറിന് കാണിച്ചു കൊടുക്കുകയാണ്. ഇതാ അമ്മയുടെ ഇൻവിറ്റേഷൻ ലെറ്റർ വന്നിട്ടുണ്ട്, നോക്ക്. മലർ അത് വാങ്ങി വിറക്കുന്ന കൈകളോടെയാണ് തുറന്നു നോക്കുന്നത്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന്. നന്നായിട്ടുണ്ട്, ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞിട്ട് മലർ അത് തിരിച്ചേൽപ്പിച്ചിട്ട് വേഗം അവിടെ നിന്ന് പോവുകയാണ്. മലരിൻ്റെ ആ ഒരു പെരുമാറ്റം അവിടെ കൂടി നിന്ന് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെ മുഖത്തും ആ ഒരു വിഷമം കാണാനുണ്ടായിരുന്നു. അപ്പോൾ ജാനകി ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, അതെന്താ മലർ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ട് ഓടിപ്പോയത്? അപ്പോഴേക്കും ലക്ഷ്മി പറയുന്നുണ്ട്, അവൾ ചെറിയ കുട്ടിയല്ലേ, അങ്ങനെയൊക്കെയല്ലേ അതിനെ പെരുമാറാൻ അറിയുള്ളൂ. ലക്ഷ്മി അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ ആരും അതത്ര വലിയ കാര്യമാക്കുന്നില്ല. പക്ഷേ ചന്ദ്രികയ്ക്ക് മാത്രം മലരിൻ്റെ ആ ഒരു മാറ്റം പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തത് കാണാനും ഉണ്ടായിരുന്നു. അപ്പോൾ ജാനകി ആരതിയോട് പറയുന്നുണ്ട്, ആരതി ഇൻവിറ്റേഷൻ ലെറ്റർ കൊണ്ടുപോയി പൂജാമുറിയിൽ വെക്ക്. എല്ലാ ഇൻവിറ്റേഷൻ ലെറ്ററിലും മഞ്ഞൾ തൊട്ട് വെക്ക്, പൂജയ്ക്ക് വെക്കാം. ആരതി അത് കൊണ്ടുപോയി പൂജാമുറിയിൽ വെക്കാൻ കൊണ്ടുപോവാണ്. പിന്നെ എല്ലാവരും ചേർന്നിട്ടാണ് അതിൽ മഞ്ഞൾ വെക്കുന്നത്. എല്ലാവരും ആ ഒരു പൂജാമുറിയിൽ ഉണ്ടായിരുന്നു, നല്ലൊരു ശുഭകാര്യം നടക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.